പാലിയേറ്റീവ് രോഗികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച പള്ളിക്കുറുപ്പ് ശബരി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. പള്ളിക്കുറുപ്പ് ശബരി വിദ്യാലയത്തിലെ പാഥേയം ചാരിറ്റി കൂട്ടായ്മ സ്വാതന്ത്ര്യദിനത്തിൽ വേറിട്ട പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് മാതൃകയായി. സ്കൂളിനടുത്തുള്ള പ്രദേശങ്ങളിലെ പാലിയേറ്റീവ് രോഗികളുമായി ഒരു യാത്ര സംഘടിപ്പിച്ചു. ആരും ഒറ്റയ്ക്കാവില്ല, ഞങ്ങളുണ്ട് കൂടെ എന്ന മുദ്രാവാക്യവുമായി പാഥേയം ചാരിറ്റി കൂട്ടായ്മയ്ക്ക് കീഴിൽ ആരംഭിച്ച സ്വലൈസ് പദ്ധതി പ്രകാരമാണ് ആളുകളെ കണ്ടെത്തിയതും സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചതും. കുറെ A+കാരെ സൃഷ്ടിക്കലല്ല, നല്ല മനുഷ്യരെ രൂപപ്പെടുത്തലാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന തിരിച്ചറിവാണ് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്താനായി ഇത്തരം പ്രവർത്തനങ്ങൾ സ്കൂൾ ഏറ്റെടുക്കുന്നതെന്ന് പ്രധാനാധ്യാപകൻ കെ രാമകൃഷ്ണൻ അറിയിച്ചു. കുറെ A+കാരെ സൃഷ്ടിക്കൽ മാത്രമല്ല സ്കൂൾ പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മനുഷ്യരെ സൃഷ്ടിക്കലും സ്കൂളിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഒരു ചാരിറ്റി കൂട്ടായ്മ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന പാഥേയം എന്ന പേരിൽ ഞങ്ങൾ രൂപീകരിച്ച ചാരിറ്റി കൂട്ടായ്മയാണ്. കഴിഞ്ഞ വർഷം വൈവിധ്യങ്ങളായ പരിപാടികൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അതിന് സോഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി അതിന്റെ സോഷ്യൽ ഇൻക്ലൂഷൻ നടത്തിയതിന് ജില്ലയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സ്കൂളുകൾക്ക് അവാർഡ് നൽകുന്ന ചിൽഡ്രൻ റീയുണൈറ്റഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ഞങ്ങൾക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന അംഗീകാരം തരികയുണ്ടായി. ശ്രേഷ്ഠ വിദ്യാലയ പദവി പള്ളിക്കുറുപ്പ് ഹൈസ്കൂൾ വിഭാഗത്തിന് കഴിഞ്ഞ വർഷം ലഭിച്ചു. ഈ മാസം ആഗസ്റ്റ് 26-ന് അതിന് ഉള്ള പ്രശസ്തി പത്രവും 50,000 രൂപ ഉള്ള സമ്മാനവും പട്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാതലത്തിൽ നടത്തുന്ന പരിപാടിയിൽ വെച്ച് പള്ളിക്കുറുപ്പ് സ്കൂളിലെ ഈ ചാരിറ്റി കൂട്ടായ്മ ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിലെ 3 കുട്ടികൾ പഠിക്കുന്ന ഒരു വീടിന് മുകളിലേക്ക് മഴയും കാറ്റും വീശിയടിച്ചപ്പോ അതിന് മുകളിലേക്ക് ഒരു വലിയ മരം വീഴുകയുണ്ടായി. വീടാകെ തകർന്നുപോയി. 3 ദിവസം കൊണ്ട് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പൈസ സ്വരൂപിച്ച് നൽകി അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാഞ്ഞിരപ്പുഴയിലുള്ള ഒരു വ്യക്തിക്ക് ബോൺ മാരോ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ അയാളുടെ പേരിലുള്ള ഒരു ചികിത്സാ സഹായ കമ്മിറ്റി സ്കൂളുമായി